നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇലക്ട്രീഷ്യൻ ട്രേഡുമായി ബന്ധപ്പെട്ട മോഡ്യൂൾ നമുക്ക് തുടരാം. എന്റെ പേര് അനൂപ്. ഞാൻ നിമിക്ക് വേണ്ടി ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് കെറ്റിൽ, കുക്കിംഗ് റേഞ്ച്, ഗീസർ എന്നിവയുടെ സർവീസും റിപ്പയറും എന്ന ഈ പരിശീലന പാഠത്തിലൂടെ നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ പോവുകയാണ്. ഇലക്ട്രിക് അയൺ ബോക്സ്, കെറ്റിൽ, കുക്കിംഗ് റേഞ്ച്, ഗീസർ തുടങ്ങിയ സാധാരണ ഗാർഹിക ഉപകരണങ്ങളുടെ സർവീസിനും റിപ്പയറുമാണ് ഒരു ഇലക്ട്രീഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുവാനുള്ളത്. ഈ പരിശീലന പാഠത്തിൽ അതേപ്പറ്റിയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പരിശീലന പാഠം പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ചുവടെ പറയുന്നവ ചെയ്യാൻ കഴിയും. ഇലക്ട്രിക് അയൺ ബോക്സിന്റെ സർവീസും റിപ്പയറും, ഇലക്ട്രിക് കെറ്റിലിന്റെ സർവീസും റിപ്പയറും, കുക്കിംഗ് റേഞ്ചിന്റെ സർവീസും റിപ്പയറും, ഗീസറിന്റെ സർവീസും റിപ്പയറും. ശരിയായ വസ്ത്രം, കണ്ണടകൾ, കയ്യുറകൾ, ബൂട്ടുകൾ എന്നിവ ധരിച്ച് സുരക്ഷ ഉറപ്പാക്കുക. ഈ പരീക്ഷണത്തിന് ആവശ്യമായ ടൂൾസ് അഥവാ ഉപകരണങ്ങൾ ഇനി പറയുന്നവയാണ്. സ്പാനർ സെറ്റ് 6 മുതൽ 22 mm വരെ 6 എണ്ണം, മെഗർ 500 വോൾട്ട്, ഡിജിറ്റൽ മൾട്ടിമീറ്റർ, ഇലക്ട്രീഷ്യൻ ടൂൾ കിറ്റ്. ആവശ്യമായ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഇവയെല്ലാമാണ്: ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയൺ ബോക്സ് 750 വാട്ട്സ് 250 വോൾട്ട്, കെറ്റിൽ 500 വാട്ട്സ് 250 വോൾട്ട്, ഇലക്ട്രിക് കുക്കിംഗ് റേഞ്ച് 1500 വാട്ട്സ് 250 വോൾട്ട്, ഗീസർ 1500 വാട്ട്സ് 250 വോൾട്ട്. ആവശ്യമുള്ള മറ്റ് സാമഗ്രികൾ ഇവയാണ്: കെറ്റിൽ എലമെന്റ് 500 വാട്ട്സ് 250 വോൾട്ട്, ആസ്ബെറ്റോസ് ഷീറ്റും ഫൈബർ വാഷറുകളും, ടെസ്റ്റ് ലാമ്പ് 100 വാട്ട്സ് 240 വോൾട്ട്. ലഭ്യമായ കുക്കിംഗ് റേഞ്ചിന് അനുയോജ്യമായ എലമെന്റ് 1500 വാട്ട് 250 വോൾട്ട്, ഗീസർ ഹീറ്റിംഗ് എലമെന്റ് 1500 വാട്ട്സ് 240 വോൾട്ട്, ഗീസർ തെർമോസ്റ്റാറ്റ് 15 ആംപിയർ ഉള്ള 3 കോർ ഫ്ലെക്സിബിൾ കോഡ് 3-പിൻ പ്ലഗ്, ഇലക്ട്രിക് അയൺ ബോക്സിന് അനുയോജ്യമായ ആസ്ബെറ്റോസ്, മൈക്ക ഷീറ്റുകൾ തുടങ്ങിയ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. ഈ പരിശീലനം 2 ഭാഗങ്ങളായിട്ടാണ് നൽകുന്നത്. ആദ്യ ഭാഗത്തിൽ ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് കെറ്റിൽ എന്നിവയുടെ സർവീസും റിപ്പയറും ഉൾപ്പെടും. രണ്ടാം ഭാഗത്തിൽ കുക്കിംഗ് റേഞ്ചിന്റെയും ഗീസറിന്റെയും സർവീസിനും റിപ്പയറും കാണാം. ഇലക്ട്രിക് അയൺ ബോക്സിന്റെ സർവീസും റിപ്പയറും എന്നതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇലക്ട്രിക് അയൺ ബോക്സിന്റെ ഒരു കോയിലിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ കോയിൽ വളരെ നന്നായി ചൂടാകുന്നു. അങ്ങനെ ചാലകത്തിലൂടെ താപം പരന്ന ബേസ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഒരു ഇലക്ട്രിക് അയൺ ബോക്സിൽ ഹാൻഡിൽ, സോൾ പ്ലേറ്റ്, പൈലറ്റ് ലാമ്പ്, ഹീറ്റിംഗ് എലമെന്റ്, തെർമോസ്റ്റാറ്റ്, തെർമൽ ഫ്യൂസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. തെർമോസ്റ്റാറ്റ് പിച്ചള, ഇരുമ്പ് എന്ന 2 വ്യത്യസ്ത ലോഹങ്ങൾ ചേർന്ന ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉപയോഗിക്കുന്നു. താപത്തിന്റെ സാന്നിധ്യത്തിൽ ബൈമെറ്റാലിക് സ്ട്രിപ്പ് വ്യത്യസ്ത രീതിയിൽ വികസിക്കുന്നു. ഇത് നിയോൺ ലൈറ്റ് ഓഫ് സൂചിപ്പിക്കുന്ന പവർ കട്ട് ഓഫ് എന്ന പ്രവർത്തനത്തിന് കാരണമാകുന്നു. അതുപോലെ സ്ട്രിപ്പ് തണുക്കുമ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് അതിന്റെ ആകൃതി വീണ്ടെടുക്കുകയും താപത്തെ സൂചിപ്പിക്കുന്ന നിയോൺ ലൈറ്റ് ഓൺ ചെയ്യുകയും ചെയ്യുന്നു. വൈദ്യുതി വിതരണത്തിൽ നിന്ന് അയൺ ബോക്സ് നീക്കം ചെയ്യുക, നിരീക്ഷിക്കുകയും ഇൻസ്പെക്ഷൻ ഷീറ്റിൽ നെയിം പ്ലേറ്റ് വിശദാംശങ്ങളായ വോൾട്ടേജ്, കറണ്ട്, കപ്പാസിറ്റി, വാട്ടേജ് മുതലായവ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്തതായി പവർ കോഡിൻ്റെയും പ്ലഗ് ഹെഡിൻ്റെയും ഒരു വിഷ്വൽ പരിശോധന നടത്തുക. അയൺ ബോക്സിൻ്റെ കവർ തുറക്കുക. ഒരു മൾട്ടിമീറ്ററിൻ്റെ സഹായത്തോടെ പവർ കോഡിൻ്റെയും ഇലക്ട്രിക് അയൺ ബോക്സിൻ്റെയും ടെർമിനലുകൾക്കിടയിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റ് നടത്തുക. ആവശ്യമെങ്കിൽ കോഡ് മാറ്റുക. അയൺ ബോക്സിന്റെ ലൈൻ ടെർമിനലും ബോഡിയും തമ്മിലുള്ള ഇൻസുലേഷൻ പ്രതിരോധം ഒരു മെഗറിന്റെ സഹായത്തോടെ പരിശോധിച്ചുകൊണ്ട് എർത്തിങ് പിഴവ് പരിശോധിക്കുക. പട്ടികയിൽ അളന്ന പ്രതിരോധങ്ങൾ കുറിച്ചുവെക്കുക. എർത്തിങ് തകരാറ് സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഇവയാണ്: ഇൻസുലേഷൻ പ്രശ്നം, പൊട്ടിയ പാർട്സ്, കേടായ തെർമോസ്റ്റാറ്റ്, സ്വിച്ച് ആക്ച്വേറ്റർ. തകരാറുള്ള ഭാഗങ്ങൾ മാറ്റി പ്രശ്നം പരിഹരിക്കുക. ഇനി സാധാരണ അവസ്ഥയിൽ ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിൻ്റെ പ്രതിരോധം അളന്നുകൊണ്ട് ഹീറ്റിംഗ് എലമെന്റ് പരിശോധിക്കുക. റെസിസ്റ്റൻസ് മോഡിൽ മൾട്ടിമീറ്റർ സെറ്റ് ചെയ്യുക. അതിൻ്റെ ലീഡുകൾ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ടെർമിനലുകളിലേക്ക് ഘടിപ്പിക്കുക. മീറ്റർ റെസിസ്റ്റൻസ് വാല്യൂ 100 ഓമിൽ റീഡ് ചെയ്യുകയാണെങ്കിൽ
ഘടകത്തിന് കണ്ടിന്യൂറ്റി ഉണ്ട്, അത് ശരിയുമാണ്. മീറ്റർ ശരിയായി റീഡ് ചെയ്യുന്നില്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ തകരാറുണ്ടെന്നും അത് മാറ്റേണ്ടതാണെന്നും മനസ്സിലാക്കാം. മെഗർ ഉപയോഗിച്ച് എർത്തും ന്യൂട്രൽ ടെർമിനലും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പരിശോധിക്കുക. തെർമോസ്റ്റാറ്റിൻ്റെയും ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെയും കണ്ടിന്യൂറ്റി നോക്കുക. തകരാറുള്ള പാർട്ട് മാറ്റി പ്രശ്നം പരിഹരിക്കുക. സർക്യൂട്ടിൽ ഓപ്പൺ എലമെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റ്, ഇൻഡിക്കേറ്റർ, ബൾബ് സർക്യൂട്ട്, എലമെൻറ്റ് എന്നിവ പരിശോധിക്കുക. തെർമോസ്റ്റാറ്റിൻ്റെ കോണ്ടാക്റ്റുകൾ ഷോർട്ട് ചെയ്യുന്ന എലമെൻറ്റ് സർക്യൂട്ടിലേക്ക് സീരീസ് ടെസ്റ്റ് ലാമ്പ് ഘടിപ്പിക്കുക. ടെസ്റ്റ് ലാമ്പ് കത്തുകയാണെങ്കിൽ തെർമോസ്റ്റാറ്റിന് തകരാറുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇൻസുലേറ്റിംഗ് വയർ ഉപയോഗിച്ച് ഈ ബൾബിൻ്റെ ടെർമിനലുകൾ ബന്ധിപ്പിക്കുക. ടെസ്റ്റ് ലാമ്പ് കത്തുകയാണെങ്കിൽ പ്രശ്നം ഈ വിഭാഗത്തിലാണ് എന്നത് ശ്രദ്ധിക്കുക. എലമെൻറ്റിൻ്റെ ടെർമിനലുകൾ ഷോർട്ട് ചെയ്യുക. ലാമ്പ് കത്തുകയാണെങ്കിൽ എലമെൻറ്റ് തുറന്നിരിക്കും. എലമെൻറ്റ് മാറ്റി പകരം മറ്റൊന്ന് ഘടിപ്പിക്കുക. താപനില ക്രമീകരണ കൺട്രോളിൻ്റെ തകരാർ നമുക്ക് പരിശോധിക്കാം. ബാഹ്യ താപന ഉപകരണം ഉപയോഗിച്ച് തെർമോസ്റ്റാറ്റ് ചൂടാക്കിക്കൊണ്ട് ആക്ച്വേറ്റിംഗ് സംവിധാനം നോക്കുക. ഇത് ശരിയാണെങ്കിൽ അയൺ ബോക്സ് പഴയപടി കൂട്ടിച്ചേർത്ത് അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുക. ഇതോടുകൂടി അയൺ ബോക്സിൻ്റെ സർവീസും റിപ്പയറും പൂർത്തിയാകുന്നു. നമ്മുടെ അടുത്ത ടെസ്റ്റിംഗ് ഉപകരണം ഇലക്ട്രിക് കെറ്റിലാണ്. ഒരു ഇലക്ട്രിക് കെറ്റിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വെള്ളം തിളപ്പിക്കുന്നു. ഓട്ടോ ഷട്ട് ഓഫ് എന്ന സവിശേഷത എല്ലാ കെറ്റിലിലുമുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയാലുടൻ സ്വിച്ച് ഓഫ് ആകുന്നതിനാൽ അമിതമായി തിളയ്ക്കുക എന്ന പ്രക്രിയ സംഭവിക്കുന്നില്ല. ഓരോ കെറ്റിനുള്ളിലും ഒരു മെറ്റൽ കോയിലുണ്ട്. അത് വൈദ്യുത പ്രവാഹത്തെ ചൂടാക്കി മാറ്റുന്നു. കെറ്റിൽ ഓണാക്കുമ്പോൾ കോയിലിലൂടെ അല്ലെങ്കിൽ ഹീറ്റിംഗ് എലമെൻറ്റ് വഴി വലിയ തോതിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നു. ഈ പ്രതിരോധം വൈദ്യുതോർജ്ജത്തെ താപമാക്കി മാറ്റുന്നു. അത് ഉള്ളിലുള്ള വെള്ളത്തെ തിളച്ച നിലയിൽ എത്തിക്കുന്നു. കെറ്റിലിൻ്റെ തെർമോസ്റ്റാറ്റ് വെള്ളം തിളയ്ക്കുന്ന താപനിലയിൽ എത്തുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. കെറ്റിലിൻ്റെ നെയിം പ്ലേറ്റിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് വോൾട്ടേജ്, കറണ്ട്, കപ്പാസിറ്റി, വാട്ടേജ് മുതലായവ ഇൻഫർമേഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തുക. വൈദ്യുത വിതരണത്തിൽ നിന്ന് ഇലക്ട്രിക് കെറ്റിൽ വിച്ഛേദിക്കുക. കെറ്റിലിൻ്റെ ഇൻസ്ട്രക്ഷൻ ബുക്കിലെ അസംബ്ലി ഡയഗ്രം വായിക്കുകയും നിർമ്മാതാവ് ശുപാർശ ചെയ്യുന്ന ക്രമത്തിലെ ഭാഗങ്ങൾ ശ്രദ്ധയോടെ വേർപെടുത്തുകയും ചെയ്യുക. പവർ കോഡ് വിച്ഛേദിക്കുകയും കണ്ടിന്യൂറ്റി പരിശോധിക്കുകയും ചെയ്യുക. കെറ്റിലുമായി ലൈവ് വയർ സമ്പർക്കം പുലർത്തുന്നുണ്ടോ എന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കുക. സോക്കറ്റ് ടെർമിനലുകളും കെറ്റിലിൻ്റെ ബോഡിയും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പരിശോധിക്കുക. ഈ പ്രതിരോധം 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ കെറ്റിൽ എലമെൻറ്റ് മാറ്റി പുതിയതൊന്ന് ഘടിപ്പിക്കണം. മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ടെസ്റ്റ് ലാമ്പുമായി ബന്ധിപ്പിച്ച് ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ഓമിക് മൂല്യത്തിൻ്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കുക. കണ്ടിന്യൂറ്റി ഇല്ലെങ്കിൽ എലമെൻറ്റ് തുറന്നതായി കരുതുകയും അതിനെ മാറ്റി പകരം പുതിയ ഒരു എലമെൻറ്റ് വയ്ക്കുകയും വേണം. ഏതെങ്കിലും ഭാഗത്തിന് തകരാറുണ്ടോ എന്ന് പരിശോധിക്കുക. കുഴപ്പമില്ലെങ്കിൽ വീണ്ടും കൂട്ടിച്ചേർത്ത് പരിശോധിക്കുക. അകത്ത് വെള്ളമുണ്ടെങ്കിൽ മാത്രമേ കെറ്റിൽ ഓണാക്കാവൂ. ഇതോടുകൂടി ഈ പരിശീലന പാഠത്തിന്റെ 1ാം ഭാഗം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഭാഗം 2-ൽ നമ്മൾ തുടരും.